Next, we want to derive an important relation between torque tau and angular momentum L. We have angular momentum L is equal to R cross P. Differentiating this equation with respect to time on both sides, we get dl by dt is equal to, here we want to apply the product rule, product rule of derivative. So derivative of first vector, that is dr by dt cross p, plus first vector cross derivative of second vector dp by dt. Now what is dr by dt? Rate of change of position. Rate of change of position is velocity. So dr by dt is vector v. So v and momentum p is mass times velocity, plus r cross and dp by dt, rate of change of momentum, is force. So this is r cross f. Now this is v cross mv can be written as m can be taken outside since m is a scalar. So m times v cross v plus r cross f. We define r cross f as torque tau. Now m v cross v. A vector cross v means sine of angle between them is 0. Sine is 0. So that term becomes 0. So we get tau is equal to dl by dt. So this term is 0. So torque tau is equal to dl by dt. This is the relation connecting torque and angular momentum. Vector tau is equal to dl by dt. This is called the equation of rotational motion. അതായത് നമുക്ക് ലീനിയർ മോഷനിൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി, നമ്മളിവിടെ പറഞ്ഞ പോലെ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി, അതിന് ഈക്വാലൻ്റ് ആയിട്ട് റൊട്ടേഷണൽ മോഷനിൽ വരുന്ന ഇക്വേഷൻ ഓഫ് മോഷനാണ് ടോർക്ക് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ആംഗുലാർ മൊമെൻറ്റം എൽ. അപ്പോൾ മിക്കവാറും എല്ലാ കാര്യങ്ങളും ലീനിയർ മോഷനിലെ എല്ലാ കാര്യങ്ങൾക്കും ഈക്വാലൻ്റ് ആയിട്ട് അനലോഗസ് ആയിട്ട് നമുക്ക് ആംഗുലാർ മോഷനിലും ഓരോ പാരാമീറ്റേഴ്സ്, ഓരോ ക്വാണ്ടിറ്റീസ് കാണാൻ സാധിക്കും. സോ ലെറ്റ് us compare that. Linear momentum versus angular momentum. In linear momentum, we have the linear velocity v. So correspondingly, for angular motion, we have angular velocity vector omega. Then linear momentum p, the corresponding quantity is angular momentum L is equal to r cross p. Now we have force in linear motion F, and the corresponding quantity for angular motion is torque. Tau is equal to r cross F. Now equation of motion for linear motion, Newton's law of motion, F is equal to dp by dt, അല്ലെങ്കിൽ p എന്ന് പറഞ്ഞാൽ mass into velocity. So m times dv by dt, അല്ലെങ്കിൽ dv by dt is acceleration. So F equal to ma, Newton's law ആണ്, അല്ലെങ്കിൽ equation of motion ആണ് അത് വരുന്നത്. സോ അതിന് ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് ഇവിടെ വരുന്നത് നമ്മളിപ്പോൾ കിട്ടിയ റിലേഷൻ ടോ ഇസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി. ഡി പി ബൈ ഡി ടിക്ക് പകരം ഡി എൽ ബൈ ഡി ടി. ഇതിന് അനലോഗസ് ആയിട്ട് ലീനിയർ മോഷനിൽ അനലോഗസ് ആയിട്ട് റൊട്ടേഷണൽ മോഷന് വേണ്ട ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് വേണ്ടത്. ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ മൊമെൻറ്റം, ടോർക്ക്, ഇക്വേഷൻ ഓഫ് മോഷൻ. നെക്സ്റ്റ് we want to consider a particular type of force called central force. Central forces are forces which are directed either towards or away from a fixed point. ഒരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ അവിടുന്ന് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെയാണ് സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ മാത്തമാറ്റിക്കലി വി ക്യാൻ റെപ്രസെൻറ്റ് സെൻട്രൽ ഫോഴ്സ് ആസ് എഫ് ഈസ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് റേഡിയൽ കോർഡിനേറ്റ് ആർ, എഫ് ഓഫ് ആർ, ആർ ക്യാപ്. ആർ ക്യാപ് ഈസ് എ യൂണിറ്റ് വെക്റ്റർ ഡയറക്റ്റഡ് എവേ ഓർ ടുവേർഡ്സ് ദ സെൻറ്റർ. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് മൈനസ് ജി എം എം ബൈ ആർ സ്ക്വയർ ആർ ക്യാപ്. ആർ സ്ക്വയർ ആറിൻ്റെ ഫംഗ്ഷനാണ്, ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ്, ജിയും മാസും എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. 1/r സ്ക്വയർ അല്ലെങ്കിൽ ആറിൻ്റെ ഫംഗ്ഷനാണ്, എഫ് ഓഫ് ആർ എന്നാണ് വരുന്നത്. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഒരു ബോഡിയിൽ നിന്ന് വേറൊരു ബോഡിക്ക് സെൻട്രലിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ സെൻട്രൽ ഫോഴ്സ് ആണ്, ആർ ക്യാപ്പ് ആണ് വരുന്നത്. ആർ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ റേഡിയൽ ഡയറക്ഷനിൽ യൂണിറ്റ് വെക്ടറാണ്. ഇത് ഒറിജിൻ ആണെങ്കിൽ, മാസ് എവിടെയാണെങ്കിൽ ഈ ഒറിജിനിലേക്ക് അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ആ ഡയറക്ഷനെയാണ്, അത്തരം ഫോഴ്സുകളെയാണ് സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ആർ ക്യാപ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ റേഡിയൽ വെക്ടറിൻ്റെ അതേ ഡയറക്ഷനാണ്. വെക്ടർ ആർ ഈസ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 6, യൂണിറ്റ് വെക്ടർ ഡയറക്ഷൻ ആർ ക്യാപ്. ദെൻ അതുപോലെ തന്നെയാണ് കുളുംബ് ഫോഴ്സും വരുന്നത്. 1/4πε0 Q1 Q2 ഇത്രയും കാര്യം കോൺസ്റ്റൻ്റ് ആണ്. ദെൻ 1/r സ്ക്വയർ ആർ ക്യാപ്പ് ആണ് വരുന്നത്, കുളുംബ്സ് ലോ വരുന്നത്. ദെൻ ഹുക്സ് ലോ, ഒരു സ്പ്രിങ് ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു -k ആർ ക്യാപ്പ്, അതും സെൻട്രൽ ഫോഴ്സിന് എക്സാമ്പിളാണ്. നൗ ലെറ്റ് us കൺസിഡർ സം ഓഫ് ദി പ്രോപ്പർട്ടീസ് ഓഫ് സെൻട്രൽ ഫോഴ്സ്. We have tau is equal to r cross f. So this is for central force, f is f of r cap. This vector r can be written as r cap.
എഫ് ഓഫ് ആർ ആർ ക്യാപ്. സോ ആർ എഫ് ഓഫ് ആർ ആർ സ്കാലേഴ്സ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡുകളാണ്. അത് taken outside. So we get r cross r. And what is r cross r? That is 0. കാരണം ആംഗിൾ ബിറ്റ്വീൻ ദം സൈൻ തീറ്റ ആണ് വരുന്നത്, സൈൻ 0 ആണ് വരുന്നത്, 0. So we can conclude that torque acting on a particle due to central force is 0. സെൻട്രൽ ഫോഴ്സിൽ മൂവ് ചെയ്യുന്ന ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ അല്ലെങ്കിൽ കുളൂംബ് ഫോഴ്സിൽ അല്ലെങ്കിൽ ഹുക്സ് ലോ അനുസരിച്ച് മൂവ് ചെയ്യുന്ന ഒരു മാസിന് അതിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് 0 ആണ്. ഇതാണ് ഒരു പ്രോപ്പർട്ടി. ദെൻ സെക്കൻഡ് അതർ പ്രോപ്പർട്ടീസ് ആർ ഡെറിവേറ്റീവ്സ് ഓഫ് ദിസ്, ഇതിൻ്റെ കൊറോളറി ആണെന്ന് വേണമെങ്കിൽ പറയാം. So we have just derived this relation between torque and angular momentum. Tau is equal to dl by dt, and if tau is equal to 0 for central force, tau is equal to 0 means dl by dt is equal to 0. Derivative of something is 0 means that quantity is a constant. So here dl by dt is equal to 0 means L is a constant. What is L? Angular momentum. So angular momentum of a particle moving under central force is constant or conserved. Very important property. Angular momentum of a particle moving under central force is conserved. Angular momentum conserved ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗുലർ മൊമെൻറ്റം കൺസർവ്ഡ് ആണെന്ന് പറഞ്ഞാൽ ആംഗുലർ മൊമെൻറ്റം ഒരു വെക്ടറാണ്, അത് കൺസർവ്ഡ് ആണ് അല്ലെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കോൺസ്റ്റൻ്റ് ആണ്, ഡയറക്ഷനും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, അതിൻ്റെ ഡയറക്ഷനും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. സോ we have L is equal to r cross p. That is a constant. For central force that is a constant. അതാണ് നമ്മൾ സെക്കൻഡ് പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. And what is p? P is equal to mv. So this is r cross mv, and m is a scalar taken outside. r cross v അതൊരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ r cross v is a constant means it is constant in both magnitude and direction. r cross v ഒരു ഒബ്ജക്റ്റ് ഒരു സെൻട്രൽ ഫോഴ്സിൽ, ഫോർ എക്സാമ്പിൾ സണ്ണിന് ചുറ്റും ഒരു പ്ലാനറ്റ് അല്ലെങ്കിൽ എർത്ത് ഒരു ഓർബിറ്റ് ഉണ്ടെങ്കിൽ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് സണ്ണും എർത്തും തമ്മിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള ഫോഴ്സ് സെൻട്രൽ ഫോഴ്സാണ്. സെൻട്രൽ ഫോഴ്സ് ആണെങ്കിൽ ടോർക്ക് 0 ആണ്. ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ r cross v കോൺസ്റ്റൻ്റ് ആണ്. എന്താണ് r ഈ റേഡിയൽ വെക്ടറാണ്, റേഡിയസ് വെക്ടർ. v എന്താണ്? അതിൻ്റെ ലീനിയർ വെലോസിറ്റിയാണ്. ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻ്റ് ആണെങ്കിലാണെങ്കിൽ ഈ ഓർബിറ്റിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും v വരുന്നത്. r cross vക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ, ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ r cross v കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ എല്ലിന് പെർപെൻഡിക്കുലറായിട്ട് r cross vക്ക് പെർപെൻഡിക്കുലറായിട്ടാണ് L വരുന്നത്, അല്ലെങ്കിൽ r cross p. പിയുടെയും അല്ലെങ്കിൽ മൊമെൻറ്റത്തിൻ്റെയും ഡയറക്ഷൻ ഇത് തന്നെയാണ്. p is equal to mv. ഓക്കെ, അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ L കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ മാഗ്നിറ്റ്യൂഡും എല്ലിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആറും പിയും എവിടെ വരണം? എല്ലിന് പെർപെൻഡിക്കുലറായിട്ടുള്ള ഈ പേപ്പർ അല്ലെങ്കിൽ ഈ പ്ലെയിനിൽ നിൽക്കണം. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം കൺസർവ്ഡ് ആണ്. എല്ലിൻ്റെ ഡയറക്ഷൻ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ ആറും പൊസിഷൻ വെക്ടറും വെലോസിറ്റിയും എപ്പോഴും ഈ പ്ലെയിനിലായിരിക്കും. അങ്ങനെ ഈ പ്ലെയിനിലാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓർബിറ്റ് ഈ പ്ലെയിനിൽ കൺസ്ട്രെയിൻഡ് ആണ്. ആംഗുലർ മൊമെൻറ്റം കൺസർവ്ഡ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ മൂവ് ചെയ്യുന്ന ഒരു പ്ലാനറ്റ്, സണ്ണിന് ചുറ്റും മൂവ് ചെയ്യുന്ന ഒരു പ്ലാനറ്റിന് ഈ പ്ലെയിനിൽ കൂടെ അല്ലാതെ അതിൻ്റെ പ്ലെയിൻ മാറ്റാൻ പറ്റില്ല. കാരണം അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം കൺസർവ്ഡ് ആണ്, അതിൻ്റെ ടോർക്ക് 0 ആണ്, അല്ലെങ്കിൽ സെൻട്രൽ ഫോഴ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അതിനൊരു പ്ലെയിനിൽ ഓർബിറ്റ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, ഇതാണ് അതിൻ്റെ കൺക്ലൂഷൻ. ബോത്ത് ആർ ആൻഡ് വി മസ്റ്റ് ബി ലൈ ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എൽ. That means the particle or planets under central force moves in a plane. എന്തുകൊണ്ടാണ് എല്ലാ പ്ലാനറ്റ്സും സണ്ണിന് ചുറ്റും ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ, എല്ലാവരും ഒരേ പ്ലെയിനിലായിരിക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു പ്ലെയിനിൽ, ആംഗുലർ മൊമെൻറ്റം കൺസർവ്ഡ് ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്ലെയിനിൽ അവർ മൂവ് ചെയ്തിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. വളരെ സിമ്പിൾ ആർഗ്യുമെൻറ്റിൽ കൂടെ നമുക്ക് എത്താൻ പറ്റുന്നു. കെപ്ലർ കണ്ടുപിടിച്ച കാര്യമാണ്, പക്ഷേ അത് ഈ സെൻട്രൽ ഫോഴ്സിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് വരുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫോർത്ത് പ്രോപ്പർട്ടി, ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. അഗെയിൻ കെപ്ലേഴ്സ് ലോ ആണ്, കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ആണ്. ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്നുള്ള കാര്യം, അത് അതിൻ്റെ പ്രൂഫ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.